എടാ നീ എന്നെ എവിടേക്കാണ് വിളിച്ചോണ്ടെന്നേക്കുന്നത്, എനിക്ക് ഹൈറ്റ് പേടിയാ. എന്നിന് അവള് പേടിച്ചുറയ്ക്കുമ്പോഴാണ് അവനും ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് ആരെയും സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ പാർക്കോ സഹായം വേണമല്ലേ. എന്നിന് അവൻ ആലോചിച്ചിരിക്കുമ്പോൾ അവന്റെ കൈയൊക്കെ കത്തി തുടങ്ങും. കാരണം ഇതൊക്കെ അവന് പവർ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആരോടെങ്കിലും കോൺട്രാക്ട് ചെയ്ത് നരകത്തിലേക്ക് പറഞ്ഞയച്ചാല് ഈ തീയൊക്കെ അണയ്ക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അവനും ഒരാൾ കണ്ടെത്തി അവളും വിളിച്ചോണ്ട് ആ സ്ഥലത്തേക്ക് പോകും. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഒരു കൊച്ചു മരിക്കാൻ വന്ന അവസ്ഥയെ കിടക്കും. അങ്ങനെ അവരുടെ അമ്മ അവരുടെ കൊച്ചിന്റെ അടുത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കും. ദൈവമേ, നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ എന്റെ മകനെ ജീവിക്കാൻ അനുവദിക്കണം. എന്നിട്ട് അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരാം, പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് കോൺട്രാക്ട് ചെയ്യണം. എന്നിന് ഇവനെ കണ്ടതോടെ അവർ ഷോക്കായി. നീ ആരാ, നിങ്ങൾ ആരും ഇവിടെ പറഞ്ഞേച്ചേ. എന്നിന് അവർ ചോദിക്കുമ്പോഴാണ് അവനും ഞാനൊരു ഡീമാണ്, ഇനി 10 വർഷത്തേക്ക് നിങ്ങളുടെ കൊച്ചിനെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം, പക്ഷെ അതിന് പകരം നിങ്ങൾ എന്റെ കൂടെ നരകത്തിലേക്ക് വരുമെന്ന് ഡീൽ ചെയ്യണം. അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമൊക്കെ ഞാൻ നടത്തിത്തരാം. എന്നിന് അവൻ പറയുമ്പോഴാണ് അവരും നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഡോക്ടർ എന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത്, പിന്നെ നീ എങ്ങനെ രക്ഷിക്കും. എന്നിന് അവരും പറയുമ്പോഴാണ് അവരുടെ കൊച്ചിന് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയം ജിയോങ് അവന്റെ പവർ യൂസ് കാണിക്കുന്നത്. ഇതോടെ അവര് മൊത്തത്തിൽ ഷോക്കായി പോകും. അതോടെ അവൻ അവരോട് ഞാൻ പറയുന്നത് സത്യ, ഇനി 10 വർഷം നിങ്ങളുടെ കൊച്ചി ജീവനോടെ ജീവിക്കണമെങ്കിൽ എന്റെ കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്യണം. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഡോഹിയും എടാ നീ അവരെ ഫോഴ്സ് ചെയ്യുക, ഡോഹി ഒന്ന് മിണ്ടായിരിക്കാവോ, എനിക്ക് അധികം സമയമൊന്നുമില്ല. എന്നിന് അവനും പറയുമ്പോഴാണ് അവൾ അവന്റെ കൈ നോക്കുന്നത്. അപ്പോഴാണ് അത് ഫുള്ളും ആളി കത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവരും മോനെ എനിക്കിത് സമ്മതം, എന്റെ മകള് ജീവിക്കാൻ വേണ്ടി ഞാൻ നരകത്തിലോ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാ. എന്നിന് അവരും കരഞ്ഞോണ്ട് പറയും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് ഡോഹിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനേശം ഇവരവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് അവന് സന്തോഷെത്തി. ഭാഗ്യം കുറച്ച് സമയം ലേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട് കത്തിപ്പോയാന്. ഇനി ഞാൻ അവിടെ വെച്ച് പവർ യൂസ് ചെയ്തിട്ടുണ്ട് ആ തീ ഫുള്ളായിട്ട് കത്തി പിടിച്ചാണ്, അതിനകത്ത് പവർ യൂസ് ചെയ്താൽ നല്ലോണം കത്തുന്നല്ലേ, ഇനി കുറച്ചൊക്കെ യൂസ് ചെയ്യണം. എന്നിന് അവന് തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ബാക്കി ഇരുന്ന് ഡോഹിയും ദേഷ്യത്തിൽ കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് ആ ഡോഹി, ഇവിടെ അടുത്ത് നല്ല കേക്ക് ഒക്കെ എവിടെ കിട്ടും, നീയല്ലേ ഇവിടുത്തെ ഫേമസ് സെലിബ്രിറ്റി, നിങ്ങളുടെ കടവെല്ലാം കാണുമല്ലോ ഇവിടെ. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും കേക്കോ, ഇപ്പൊ എന്തിനാ കേക്ക്, ഓ അതോ, സാധാരണ ആരോടെങ്കിലും കോൺട്രാക്ട് ചെയ്താൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് വാങ്ങിച്ചു കഴിക്കും, ഈ തവണ നീ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓ നീ ഇപ്പൊ ചെയ്ത കാര്യത്തിന് നമ്മളിപ്പോ കേക്ക് കഴിച്ച് സന്തോഷിക്കണം അല്ലേ, എനിക്ക് ഇപ്പോഴാ പിടി കിട്ടിയ, നീ ഇങ്ങനെ കോൺട്രാക്ട് ഇടുന്നത് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, നീ കുറെ വർഷം ജീവിക്കാൻ വേണ്ടി അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നു, നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടോ. എന്നിന് അവൾ ദേഷ്യപ്പെടുമ്പോഴാണ് അവനും എക്സ്ക്യൂസ് മീ, ഞാൻ മരിച്ചുപോയിരുന്ന ആ കൊച്ചിനെ ജീവൻ കൊടുത്ത് സഹായിച്ചവനാ, എന്നെ നീ വില്ലനായിട്ട് നോക്കുന്നു. മോളെ, ഈ ലോകത്ത് ഫ്രീ ആയിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല, നമുക്ക് എന്തേലൊക്കെ വേണമെങ്കിൽ അതിന് തിരിച്ചെന്തേലും കൊടുക്കണം. ഞാനൊക്കെ കുറെ വർഷമായിട്ട് ഈ മനുഷ്യരുടെ കൂടെ ജീവിച്ചോണ്ടിരിക്കുക, എന്റെ എക്സ്പീരിയൻസിനെ നീ ചോദ്യം ചെയ്യല്, അപ്പൊ നിന്നെ കുറ്റബോധമൊന്നുമില്ല, നീ കാരണം അവര് കഷ്ടപ്പെടുന്നേക്കെ ആലോചിച്ച്. എന്നിന് ഇവളോയിച്ചോട് അവനും എനിക്കൊരേരും പിടിയിടുന്നില്ല, നീ എന്തിനിപ്പൊ അപ്സെറ്റ് ആവുന്നേ, നീ എന്തായാലും അവരെ സഹായിച്ചോ, ഒരു പാവം കൊച്ചു കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ സഹായിച്ചാണ് ഇപ്പൊ തെറ്റ്, എനിക്ക് ഇവരല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ എന്റെ മനസാക്ഷി ഞാൻ നല്ലവർക്ക് ആദ്യം ഹെൽപ്പ് ചെയ്യുന്നത്. നീ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതൊക്കെ നോർമലാ, കാരണം മനുഷ്യർക്ക് ഇങ്ങനെ കുറെ എമോഷൻസ് ഒക്കെ ഉണ്ട്, അത് നീ ഫോളോ ചെയ്യുന്ന അത്രേ ഉള്ളു. എന്ന് ഇവൻ പറഞ്ഞോടെ അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൻ അവളെ പിടിച്ചെടുത്തിട്ട് എവിടെ പോന്ന്, നിനക്ക് ഓഫീസിൽ പോകണ്ടേ ഇപ്പം, എനിക്ക് നിന്റെ കൂടെ ഇനി കോൺട്രാക്ട് ചെയ്യാൻ വയ്യ, നമ്മൾ രണ്ടുപേർക്കും ലക്കിലെന്ന് വിചാരിച്ചോ, കാരണം നിന്നെ പോലെ ഒരുത്തിന് എനിക്ക് ബോഡി ഗാർഡ് ആയിട്ട് വേണ്ട. എന്നിന് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് അവൻ അവളെ നോക്കി നിനക്ക് ഇപ്പൊ എന്നെ ആവശ്യം കാണത്തില്ല, പക്ഷെ നിന്റെ ലൈഫ് എപ്പോഴാണ് ഡേഞ്ചർ വരുന്നത് അപ്പൊ നീ എന്റെ പവർസിനെ ആശ്രയപ്പെടും, ആ സമയത്ത് മാത്രം നിനക്ക് ഒരു ഡീമനെ വേണം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, കാരണം മനുഷ്യരൊക്കെ സെൽഫിഷാ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവര് ഹെൽപ്പ് ചെയ്യുന്നത് ഡീമണാന്ന് പോലും നോക്കത്തില്ല, അവർക്ക് അവരുടെ ജീവൻ കിട്ടിയാൽ മതി. എന്നിന് അവനും പറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ഈ കില്ലറിനെ പറഞ്ഞയച്ച വ്യക്തി മാഡം ജോയെ കാണാൻ വേണ്ടി വരും, കാരണം അവരാണ് വിളിച്ചു വരുത്തിയത്. അതോടെ അവരും ദേഷ്യത്തി എടാ നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ടീമിന്റെ ഹെഡിനെ കൊല്ലും, ഇനി നീ എത്ര തെറ്റാണ് ഞാൻ അറിയാതെ ചെയ്ത, എന്തായാലും നീ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷയുണ്ട്, ഇവിടെ നിന്ന് പോയിക്കോ. എന്നിന് അവനെ പറഞ്ഞേക്കും. അങ്ങനെ ചെയർമാൻ ആരോടാ സംസാരിച്ചെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല, പക്ഷെ അവരിവന് വഴക്കുറഞ്ഞിട്ട് അവര് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവന് പുറത്തേക്ക് ചെന്നിട്ട് ആ ചെയർമാനെ നോക്കി അവനും ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ജിയോങ്ങിനെ കാണിക്കുവാണ്. അവന്റെ ഫേവറേറ്റ് ഡെസേർട്ട് കേക്ക് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് എടാ ജിയോങ് നിന്റെ കൈക്ക് ഇപ്പൊ കുഴപ്പമുണ്ടോ, ആ തീ എങ്ങനെയാണെന്ന്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും ഓ അതൊന്നും സീനില്ല, ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്റെ പവർ യൂസ് ചെയ്യുമ്പോഴാ നല്ലോണം കൈ കത്തി തുടങ്ങുന്നതെന്ന്, എന്തായാലും ഇനി കുറച്ച് ദിവസം പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒരാളോട് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനെ ആശ്വാസപ്പെട്ടിട്ട് ജിയോങ് പിന്നെ ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്, നിന്റെ പവർ എന്ന് നഷ്ടപ്പെട്ടില്ല, അന്ന് എന്തോ ദിവസം എന്നറിയാം, അന്ന് ഫുൾ മൂണാ, ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടായിരിക്കും അന്ന് നീ അവളെ ടച്ച് ചെയ്തപ്പം നിന്റെ പവേഴ്സ് എല്ലാം ആ ഡോഹിയുടെ അടുത്തേക്ക്
വീട്ടിലേക്ക് പോയ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ജിയോങ്ങിനും പിടികിട്ടിയിട്ട് അതും സത്യമാണല്ലേ, അന്ന് ഫുൾ ഡേ എന്ന് ഞാനും മറന്നുപോയി. എങ്കിൽ പിന്നെ ഇനി അടുത്ത ഫുൾ ഡേ 28 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണോ? എന്നിട്ട് ഇവന് വെറുതെ ഇരിക്കുമ്പോഴാണ് പാർക്കും പറയുന്നത്, എടാ നീ എന്തിനാ വിഷമിക്കുന്നത്, ഇപ്പൊ നീ അവളുടെ ബോഡി ഗാർഡല്ലേ, നിനക്ക് 28 ദിവസം അവളുടെ കൂടെ തന്നെ നിൽക്കാലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? എടാ പോടാ, അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ കോൺട്രാക്ട് ഇട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്, പക്ഷെ അവളെ സഹായിക്കാൻ മാത്രം ഒരു ഡീമന്റെ ആവശ്യമുണ്ട്. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ പവർ തിരിച്ചു വേണം. എന്നിട്ട് അവനും പറഞ്ഞിട്ട് നേരെ അവളെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് ചെല്ലും. അപ്പനാണ് ഇവനെ കണ്ട് അവളും ഷോക്കാന്നത്. അതിനുശേഷം അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറുമ്പോഴാണ് ഡോഹിയുടെ സെക്രട്ടറിയും ഒരു ബോഡി ഗാർഡ് എന്തൊക്കെ ചെയ്യണമെന്ന് അവന് പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്തിട്ട് പോകും. അപ്പനാണ് ഇത് കണ്ട് അവനും എക്സ്ക്യൂസ് മീ, എനിക്ക് തോക്കൊന്നില്ല. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവരും ദേശീയത്തെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം നീ ബുക്ക് പടി. എന്നിട്ട് അവര് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പനാണ് അവനും ചിരിച്ചിട്ട് കുഴപ്പമില്ല, എനിക്കെന്തിനാ തോക്ക്, ഞാനൊരു ഡീമണല്ല, ഞാൻ തന്നെ ഒരു തോക്ക. എന്നിട്ട് അവന് ഗണ്ണൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ആ ബുക്കിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ കണ്ട് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം വർക്ക് കഴിഞ്ഞ് ജിയോങ് അവളെ കൊണ്ടാക്കുമ്പോഴാണ് അവളും ചോദിക്കുന്നത്, നിനക്കെന്തോ പറ്റി പെട്ടെന്നൊരു മാറ്റം, അന്ന് നീ എന്റെ ബോഡി ഗാർഡ് ആകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഞാൻ ബോഡി ഗാർഡ് ആണെന്ന് പറഞ്ഞായിരുന്നില്ല, നീയാ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ. പോരാതെ എന്റെ ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നത് കുറച്ച് ബോറടിക്കുക, അവന്റെ ഇടയ്ക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയാ നിന്റെ ബോഡി ഗാർഡ് ആകാന്ന് വിചാരിച്ച. എന്നാലേ ചേസിങ് ഫൈറ്റ് എന്നൊക്കെ ലൈഫ് അടിച്ചു പൊളിക്കത്തുള്ളൂ. എങ്കിൽ പിന്നെ നീ മാത്രം തന്നെ എന്നെ ഇപ്പൊ സമ്മതിച്ച, കാരണം നിനക്ക് എന്റെ പവേഴ്സ് ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് അവൻ ചോദിച്ചോട് അവളും, അതോ എന്നെ കൊല്ലാൻ നോക്കുന്ന ആ തോൽവിയെ ഡീൽ ചെയ്യാൻ വേറൊരു തോൽവിയും കൊണ്ടേ പറ്റത്തുള്ളൂ, അതാ ഞാൻ നിന്നെ എന്റെ ബോഡി ഗാർഡ് ആയിട്ട് വീണ്ടും ചൂസ് ചെയ്ത. എങ്കിൽ പിന്നെ നീ ജനിച്ചത് തന്നെ ഡീമൺ ആയിട്ടാണോ? എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, അല്ല, ഞാൻ ജനിച്ചത് ഒരു മനുഷ്യനായിട്ടാ, പക്ഷെ ഞാൻ നിങ്ങളെ പോലെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ബുക്കിനകത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, ദൈവത്തിന് നരകത്തിന് നോക്കാൻ ഒരാൾ ആവശ്യമുള്ളതുകൊണ്ട് മനുഷ്യനിന്ന് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തെന്ന്, ആ വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ചെയർമാന്റെ അടുത്ത് അവൾക്കൊരു മെസ്സേജ് വരുന്നത്, ഡോഹി എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇതിനെ ഒത്തിരി ഇഷ്ടം. എന്നിട്ട് ആ മെസ്സേജ് ആണ് ഇവളും, ഈ തവണ ഇവർ എന്താണ് ആക്ട് ചെയ്യാൻ പോകുന്നത്, ജിയോങ് നീ വണ്ടി ഇരിച്ച് ചെയർമാന്റെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ഇവരുടെ അവിടേക്ക് പോകുമ്പോഴാണ് മാഡം ജോയും അവിടെ ഇരിക്കുന്ന ഇവള് കാണുന്നത്. ഇത് കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് വിളിക്കുമ്പോൾ അവർക്കൊരു അനക്കം കാണത്തില്ല. അതോടെ അവളും കുറച്ച് ടെൻഷനായി അവരെ ചെന്ന് തൊട്ട് വെക്കുമ്പോഴാണ് പെട്ടെന്ന് അവരും ഇവളുടെ ദേഹത്തോട്ട് ചാഞ്ഞു വീഴും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവര് മരിച്ചു പോയെന്ന്, കാരണം ഫേസ് മൊത്തം തണുത്തിരിക്കുക. അതോടെ അവളും പേടിച്ച് എഴുന്നേക്കാൻ പറയുമ്പോഴാണ് ജിയോങ്ങും അവര് മരിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇവൾ അവനോട്, ഇല്ല അതിനൊന്നും സാധ്യതയില്ല ജിയോങ്, നിന്റെ പവർ യൂസ് ചെയ്ത് ഇവരെ ജീവനോട് കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, സോറി എനിക്ക് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, പ്ലീസ് നിനക്ക് എന്തോ വേണ്ടേ, കോൺട്രാക്ട് സൈൻ ചെയ്യാനല്ലേ, ഞാൻ നരകത്തിൽ എവിടെ വേണേലും പോയിക്കോളാം, പ്ലീസ് ഇവരെ മാത്രം നീ സേവ് ചെയ്യ്. എന്നിട്ട് അവളും കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പം എല്ലാരും കാര്യം അറിഞ്ഞ് അടുത്ത ദിവസം അടക്കം ചെയ്യും. അപ്പോഴാണ് ചെയർമാന്റെ ഫാമിലി മൊത്തത്തിൽ കരയുന്ന പോലെ നാടകം കളിച്ചോണ്ടിരിക്കും, കാരണം ഡോഹി അല്ലാതെ വേറെ ആർക്കും അവരോട് സ്നേഹമില്ല. അപ്പോഴാണ് ഡോഹി വിഷമിക്കുന്നുണ്ട്. അവളെ സമാനപ്പെടുത്താൻ വേണ്ടി സിയോക്ക് അടുത്തേക്ക് വരും. ഡോഹി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആന്റിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതല്ലേ. എന്നിട്ട് അവനെ ഒന്ന് സമാനപ്പെടുത്തിട്ട് പോകുമ്പോഴാണ് ഇവളെ ഒഴിച്ച് ബാക്കി എല്ലാരും സന്തോഷത്തിൽ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ജിയോങ്ങും, ഇതെന്തോ മരണ വീടാണോ, ഇവരൊക്കെ പാർട്ടി ചെയ്ത് എൻജോയ് ആണല്ലേ, നല്ല ബെസ്റ്റ് ഫാമിലി. എന്നിട്ട് അവനും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോഹിക്കും ഇതെല്ലാം കണ്ട് വിഷമം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അതേസമയം ആ കില്ലർ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവനും ഡോഹി പോകുന്ന തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവളും വീടിന്റെ അകത്തേക്ക് ചെന്ന് ചെയർമാനായിട്ടുള്ള പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ചൊക്കെ അവൾ ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡൊക്യോങ്ങും സിഗരറ്റ് ആയിട്ട് വരും, അതായത് ചെയർമാന്റെ ചെറുമകൻ. ഇത് കണ്ട് അവളും ദേഷ്യത്തി, നിനക്കറിയത്തില്ലേ മാഡം ജോയ്ക്ക് സിഗരറ്റ് പിടിക്കുന്ന ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, സോ ഇപ്പൊ ഞാൻ എന്താണ്, അവര് മരിച്ചുപോയില്ല, ഇനിയിപ്പോ എല്ലാ സ്വത്തും എന്റെ അച്ഛനുള്ള, അതിനർത്ഥം ഞാൻ എന്റെ വീട്ടിൽ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യും. ആ മരിച്ചുപോയ കിളവിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ സിഗരറ്റ് പിടിക്കാതിരിക്കണം. എന്നിട്ട് അവനും പറഞ്ഞിട്ട് സിഗരറ്റ് എടുത്ത് വായിക്കത്ത് വയ്ക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി അതെടുത്ത് കളയും. ഇവിടെ വെച്ച് സ്മോക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല നിന്നെ. എന്നിട്ട് അവൾ അവനെ ദേഷ്യത്തിൽ നോക്കുമ്പോഴാണ് ഡൊക്യോങ്ങിന്റെ കൈയിരിക്കുന്ന ലൈറ്റർ ആ കില്ലറിനെ കൊല്ലാൻ അയച്ച സെയിം വ്യക്തിയുടെ കയ്യിരുന്ന അതേ ലൈറ്റർ ആണ്. ഒരേ ശിവനായിരിക്കും ഡോഹിയെ കൊല്ലാൻ അയച്ച ആ വ്യക്തി. അപ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്നിട്ട്, അപ്പൊ എന്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാൻ ഒരു കമ്പനി കിട്ടിയെന്ന് തോന്നല്ല. എന്നിട്ട് ഇവ അടുത്തേക്ക് വരുമ്പോഴാണ് അവനും, നീ ആരാ, ഇവളുടെ ബോഡി ഗാർഡോ? എന്നിട്ട് അവനും ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ജിയോങ് ഡോഹിയെ തൊട്ട് അവന്റെ പവർ യൂസ് ചെയ്യുന്നത്. അതോടെ ആ ഡോർ വന്ന് ഡൊക്യോങ്ങിന്റെ തലയടിക്കുമ്പോഴാണ് ഇത് കണ്ട് ഡോഹിക്കും ചിരി വരും. അതിനുശേഷം അവളും അവരോർത്ത് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ജിയോങ് സംസാരിക്കുന്നത്, ഡോഹി ഈ മരണത്തിന് എന്തിനാ എല്ലാരും ബ്ലാക്ക് ഡ്രസ് ധരിക്കുന്നതെന്നറിയാം, കാരണം മരിച്ചവരുടെ ആത്മാവ് അവരെ പിന്തുടർന്ന് വരാതിരിക്കാന്. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് വേറെ കളർ ഡ്രസ്സ് എല്ലാം ധരിക്കായിരുന്നു, കാരണം എനിക്ക് അവസാനമായിട്ട് അവരൊന്ന് കാണാൻ പോലും പറ്റിയില്ല, അവർ ആത്മാവെങ്കിലും എന്റെ കൂടെ സംസാരിച്ചെന്ന് കൊള്ളായിരുന്നു. എന്നിട്ട് അവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവൻ അവളുടെ കൈ പിടിച്ച് അവളുടെ ഡ്രസ്സിന്റെ കളർ മാറ്റി കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും, എന്റെ ഡ്രസ്സിന്റെ കളർ മാറി എന്ന് പറഞ്ഞ് അവരെന്നെ ഒന്ന് കാണുമോ? എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, ഡോഹി ആർക്കറിയാം, ചിലപ്പോൾ പക്ഷെ അവർ ഏതെങ്കിലും വഴിയിൽ നിന്നെ ഒന്ന് മീറ്റ് ചെയ്യായിരിക്കും, നീ ജസ്റ്റ് വെയിറ്റ് ചെയ്യ്. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവള് ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മാഡം ജോയും ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിൽ അവളുടെ അടുത്തേക്ക് വന്നിരിക്കും. ഇത് കണ്ടതോടെ അവൾക്കും കരച്ചിൽ വരും. അതിനുശേഷം ഇവളുടെ ഡ്രസ്സ് കണ്ടിട്ട് ചെയർമാന്റെ മകളും, ഡോഹി നീ എന്താ ഫാഷൻ ഷോയ്ക്ക് വന്നേക്കാണ്, എല്ലാരും നിന്നെ തന്നെ നോക്കാൻ വേണ്ടി ഇങ്ങനെ ധരിച്ചേക്കുന്നത്, ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് വിട്ടിരിക്കുമല്ലേ, ഇവളെ ആരും ഇങ്ങോട്ടേക്ക് വിളിച്ച. എന്നിട്ട് അവർ ദേഷ്യപ്പെടുമ്പോഴാണ് അവിടേക്ക് പോലീസും വന്ന് ഇവരെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. സോറി, ഇൻഫർമേഷൻ കണ്ടെത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. മാഡം ജോ ഡെയിലി പെയിൻ കില്ലർ വല്ലതും കഴിക്കും
കഴിക്കാറുണ്ടോ? എന്നിന് ഇവർ ചോദിക്കുമ്പോഴാണ് അവരും അവർക്ക് മുട്ടുവേദനയുണ്ട്, അത് മാറാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. എങ്കിൽ പിന്നെ അവർ മരിക്കുന്ന ദിവസം ഡിക്ലോഫെനാക്ക് എന്ന് പറഞ്ഞൊരു ഗുളിക കഴിച്ചിട്ടുണ്ട്, അതാണ് അവർ ഡെയിലി കഴിക്കുന്നത്. എന്നിന് ഇവർ ചോദിക്കുമ്പോഴാണ് ഡോഹിയും അല്ല, അവർക്ക് ആ ഗുളിക അലർജിയാ, അവരത് കഴിക്കാൻ സാധ്യതയില്ല. എന്നിന് ഇവള് പറയുമ്പോഴാണ് പോലീസും സോറി മാം, അവരെന്നും കഴിച്ചോണ്ടിരുന്നത് ആ ഒരു ഗുളികയാ, അതേപോലെ അവർ മരിക്കാൻ കാരണം തന്നെ ഈ ഒരു ഗുളികയാ, അല്ലാതെ ഹാർട്ട് അറ്റാക്ക് അല്ല. എന്നിനെ പോലീസും പറഞ്ഞോടെ അവൾ മൊത്തത്തിൽ ഷോക്കായി പോകും. കാരണം ഇവരുടെ ഫാമിലിയിൽ ആരാണ് ചെയർവുമന് മനഃപൂർവ്വം അവരുടെ ഗുളിക മാറ്റി വെച്ച് അവർക്ക് അലർജറ്റിക് ആയിട്ടുള്ള ആ ഗുളിക എടുത്തു വെച്ചത്. അങ്ങനെ ഈ ഒരു സത്യമാണ് ഫിനാൻഷ്യൽ ടീമിലെ ഹെഡും അന്ന് ഡോഹിയെ വിളിച്ച് പറയാൻ വന്നത്. പക്ഷെ ഇപ്പോഴാണ് ഡോഹിക്കെല്ലാം പിടിയിട്ടുന്നത്. പണ്ട് തൊട്ടേ മാഡം ജോയെ കൊല്ലാൻ വേണ്ടി ഫാമിലിക്കുള്ളിൽ തന്നെ കുറെ പദ്ധതി നടക്കുവാന്ന്. അപ്പോഴാണ് പോലീസ് അറിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടെ പറയും, എന്തായാലും ഇതൊന്നും പുറത്തേക്കൊന്നും പറയണ്ട, അല്ലെ നാട്ടുകാരൊക്കെ ഇതും വെച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഉണ്ടാക്കും. എന്റെ അമ്മയുടെ കേസ് ഇതോടെ നിർത്താം, ഇനി നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റും ചെയ്യണ്ട, കാരണം ഇനിയും നിങ്ങൾ ചെയ്യാണ് അത് ഞങ്ങളുടെ ബിസിനസിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചാന്ന് ഇൻഫോം ചെയ്താൽ മതി. എന്നിന് അവരൊക്കെ പറഞ്ഞോടെ ഡോഹിക്ക് നല്ല ദേഷ്യം വരും. അതിനുശേഷം ചെയർവുമന്റെ മകൻ മിന്നും ഇപ്പൊ തന്നെ എല്ലാവരോടും ചെന്ന് ഹാർട്ട് അറ്റാക്ക് കാരനെ മരിച്ചെന്ന് പുറത്തേക്ക് ചെന്ന് പറയാൻ പോകും. കാരണം എന്നാല് ഇവർക്കൊന്നും സീൻ വരത്തില്ലെന്ന്. അങ്ങനെ അവരും പുറത്തേക്ക് ചെന്ന് എല്ലാവരോടും പറയാൻ പോകുമ്പോഴാണ് ഡോഹിയും പറയുന്നിട്ട് ചെയർവുമൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമല്ല, അവർക്ക് അലർജി ആയിട്ടുള്ള ഗുളിക ആരാണ്ട് മനഃപൂർവ്വം കൊടുത്ത് കൊന്നയാ, അതായത് ഇതൊരു മർഡറാ. എന്നിന് ഇവളും പറഞ്ഞ ഉടനെ അവരിക്കുന്ന എല്ലാവരും ഇത് കേട്ട് ഷോക്കാകും. അപ്പനാണ് ഇത് കേട്ട് ചെയർവുമന്റെ മകളും എടി നിനക്കൊന്നും ഭ്രാന്താണോ, എന്തിനാണ് ഇപ്പൊ സീൻ ഉണ്ടാക്കുന്നത്? എന്നിന് ഇവരൊക്കെ ഫാമിലിയായിട്ട് ദേഷ്യപ്പെടുമ്പോഴാണ് ഡോഹി അവരെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ആരായിരിക്കും ഇത് ചെയ്ത, നീയാണോ അല്ലെ നീയാണോ? എന്നിന് അവൾ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം നിങ്ങൾ എല്ലാരും ചേർന്നാണോ മാഡം ജോയെ കൊന്ന്? എന്നിന് അവളും ദേഷ്യം നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവരൊക്കെ ഇവളെ മൈൻഡ് ചെയ്യാതെ സെക്യൂരിറ്റി വിളിച്ച് ആദ്യം ഡോഹിയെ പുറത്താക്കാൻ പറയും. അപ്പനാണ് ചെയർമാൻ മരിക്കുന്ന മുമ്പ് അവരുടെ ഷെയർസ് ഒക്കെ ആരുടെ പേരില എഴുതി വെച്ചേക്കുന്നെന്ന് അനൗൺസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവർ എല്ലാ സ്വത്തും അവരുടെ ഫാമിലി കൊടുക്കാതെ ഡോഹിയുടെ പേരിനകത്ത് എഴുതി വെച്ചേക്കും. ഇത് കേട്ട് മൊത്തത്തിൽ എല്ലാവരും ഷോക്കാകും. ഡോഹിക്ക് ഈ ഷെയർ ഫുള്ളും കിട്ടണമെങ്കിൽ അവൾ ഒരു വർഷത്തിനുള്ളിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കല്യാണം കഴിക്കണമെന്ന് മാഡം ജോ ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതല്ലാതെ അവരുടെ ഫാമിലിക്ക് ഷെയർ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ലെറ്റർ മാത്രമേ ഉള്ളൂ. ഏതിനാ ഡോക്യുമെന്റ് വായിച്ചു കേട്ട് മൊത്തത്തിൽ ആ ഫാമിലി ഇരിക്കുന്ന എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. അതേസമയം ഡോഹി ഇത് കേട്ടതോടെ അവള് മൊത്തത്തിൽ ഇമോഷണൽ ആകും. എടി നീയാണോടി അടുത്ത ചെയർവുമൻ, അമ്മേ നിങ്ങൾ എന്ത് പണിയാ കാണിച്ച? ഏതിന് അവരൊക്കെ മൊത്തത്തിൽ കട്ടക്കലിപ്പിരിക്കും. അവരാണ് ഡോഹി അടുത്തേക്കൊന്ന് വിഷമിക്കുന്നുണ്ട്. ചെയർവുമന്റെ മകളും ദേഷ്യത്തെ അടുത്തേക്ക് വരും. എടി നീ എന്തുവാടി ചെയ്ത, എന്റെ അമ്മയുടെ ഷെയർക്ക് എന്തിനാണ് നിനക്ക് തരുന്നത്, മര്യാദയ്ക്ക് ഇതൊന്നും നിനക്ക് വേണ്ടെന്നറ. എന്നിന് അവരൊക്കെ പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി നിങ്ങൾക്ക് ഇതൊക്കെ തടയണമെങ്കിൽ അതെന്നെ കൊന്നാ മാത്രമേ പറ്റത്തുള്ളൂ മാഡം ജോ, ഞാൻ എല്ലാ സത്യവും പുറത്തേക്ക് കൊണ്ടുവരും, അതിന് ഞാൻ ഒരു ഡീമന്റെ കൂടെ കൂട്ടുകൂടിയാലും എനിക്കത് പേടിയില്ല. എന്നിന് അവളും ഈ ഷെയർസ് ഒക്കെ അവരുടെ ഫാമിലിക്ക് പോകാതിരിക്കാൻ വേണ്ടി മാഡം ജോ കോൺട്രാക്ടിനകത്ത് എഴുതിയേക്കുന്ന പോലെ അവള് ജിയോങ്ങിനെ കല്യാണം കഴിക്കാൻ പോവാന്ന് എല്ലാവരോടും തുറന്നറിയും. അങ്ങനെ ഇത് കേട്ട് മൊത്തത്തിൽ എല്ലാ ഷോക്കായിരിക്കുമ്പോഴാണ് അവള് മാഡം ജോ തന്ന 2 റിങ് ഇരുന്ന് ഒരെണ്ണെടുത്ത് ഇവളെ കല്യാണം കഴിക്കുമെന്ന് ജിയോങ്ങിന്റെ ഫ്രണ്ടിൽ നീട്ടും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.